പ്രവാസി ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇത്രയും തിരക്കുള്ള ദിവസത്തിൽ നമുക്ക് ഗസ്റ്റ് ആയി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എവിടെയാണ്? ലുലുലാന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, അത് കൊള്ളാം. ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പൊ ഞാൻ ഓർത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്റ്റെയർ കേസിൽ ഇരിക്കുവോ. അയ്യോ, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് വേണ്ടി അത് ചെയ്തതില് ഒരുപാട് സന്തോഷം. പാർക്കിങ്ങില് വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ ഇതുണ്ട്, എക്സിറ്റ് സ്റ്റെയർ ഉണ്ട്. അവിടെ വലിയ ഒച്ചപ്പാടില്ല, അല്ലെ? ഭയങ്കര ബഹളമാ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? അതായത് നിങ്ങളപ്പോ ഇങ്ങനെ വഴി കൂടെ നടക്കുമ്പോ അങ്ങനെ ശല്യം ചെയ്യാറുണ്ട് ആൾക്കാര്? ഒരു ശല്യം ഇല്ല. വല്ല പരിചയമുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ സെൽഫി ഒക്കെ എടുക്കും, കുറെ നേരം സംസാരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ പ്രശ്നമൊന്നും ഇല്ല. പണ്ട് പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരുപാട് ടോക്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ചെകുത്താന്ന് വിളിക്കണോണ്ട് കുഴപ്പമുണ്ടോ? അത് അജു വിളിക്കണം. ഞാൻ അജു എന്ന് വിളിക്കാൻ നല്ലത്, എനിക്കതാ നല്ലത്. സോ അജു പണ്ട് നടക്കുമ്പോ, അതായത് റോഡിൽ കൂടെ നടക്കുമ്പോ പണ്ട് ഇപ്പൊ ഓരോ നടന്മാരെ പറ്റി പറയണ സാഹചര്യത്തില്, അതായത് നെഗറ്റീവ് കമന്റ്സ് അജു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തില് ആൾക്കാര് റേസ് ആയി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ, അങ്ങനെ സംഭവം ഇല്ല. അത് നമ്മള് ആൾക്ക് പറയുന്ന പോലെ ഒന്നും സംഭവിക്കാറില്ല. ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. നമസ്കാരം. ഓക്കെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇന്നത്തെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാല് ഒന്നെങ്കിൽ കൈ കാണിക്കും, ചിരിക്കും. ഇപ്പൊ കണ്ട ഓരോ ആൾക്കാർ സംസാരിക്കും, അതല്ല സെൽഫി എടുക്കും, കുറെ നേരമൊക്കെ സംസാരിക്കും. അല്ലാതെ ഒരു തരത്തിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ ചെകുത്താന്നുള്ള പേര് എവിടെ നിന്ന് കിട്ടിയേ? ചുമ്മാ കിടവല്ലേ രാവിലെ എഴുന്നേറ്റ്? രാവിലെ എഴുന്നിട്ട് എന്നല്ലോ കുറെ പേര് സെലക്ട് ചെയ്തിട്ട് ചെകുത്താന്ന് പോയതാണോ? അതോ ഇല്ല, അങ്ങനൊന്നുമില്ല. ഒറ്റ പേര് തോന്നി ഇട്ടു. അതുപോലെ എല്ലാ പേരും ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോന്നും പേരുണ്ടാക്കുന്ന അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പേര് കിട്ടുന്നോ ഇടുന്നു, അല്ല ആലോചിച്ചുണ്ടാക്കാനൊന്നും പോകത്തില്ല. അല്ല, എത്ര കൊല്ലം മുമ്പ് ചെകുത്താന്നുള്ള പേരിട്ടെ? 2014. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ ഏത് പേരിട്ടെ? അതായത് ഒരുപാട് പേരിടണമെന്ന് ആലോചിക്കാതെയാണെന്നാണ് പറയണേ. അതായത് ഇപ്പൊ ചാരിറ്റിയുടെ ഒരു വെബ്സൈറ്റ് ആപ്പ് ഒക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇവിടെ ഒരേ ഒരു ട്രസ്റ്റേ ഉള്ളൂ. അതിന്റെ പേര് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാ. അതൊരു ദിവസം വൈകുന്നേരം ഇങ്ങനെ എഴുന്നേറ്റ് വന്നങ്ങിടുക. ഓക്കെ, അതെങ്ങനെ പോകുന്നു? അത് നല്ല കാര്യങ്ങൾ. ആ ഒരു പാർട്ടൊന്നും ഇവിടെ ആൾക്കാർ പറയാറില്ല. അത് ചേട്ടൻ ആർക്കും താല്പര്യമില്ല. ഓക്കെ, അതെനിക്ക് കേൾക്കണം. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കേൾക്കണ്ട, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്. ഞാൻ നെഗറ്റീവിലേക്ക് വരും. അത് അങ്ങനെ ചെയ്തപ്പോഴും ഞാൻ പേരിട്ടു. പിന്നെ വേറൊരു ചാനൽ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ പേരാണ് #CRO. ഹാഷ്ടാഗ് കാക്ക ഇരിക്കുന്നു, എന്നിട്ട് കാക്ക ഹാഷ്ടാഗ് തൂറും. ഞാൻ നിങ്ങളത് വിളിക്കായിരുന്നു. ഈ പ്രവാസി ടോക്ക് ഷോയ്ക്ക് വേറെ വല്ല പേരുണ്ടെങ്കിൽ പറ്റുമെന്ന് ഞാൻ ചോദിക്കണേ. സോ നന്നായി ചിരിക്കാനൊക്കെ പഠിച്ചുട്ടോ ഭയങ്കരമായിട്ട്. അതല്ലേ ഞാൻ ചോദിക്കണേ, സിനിമയിലൊക്കെ അഭിനയിക്കാം, നന്നായി ചിരിക്കാനൊക്കെ പഠിച്ചു. എനിക്കല്ലേ എന്റെ ചിരി ഭയങ്കര സംഭവമാണ് പണ്ടോട്ട് പറയുന്ന. എന്നെ കമ്പനിയിലൊക്കെ പറയും, നിങ്ങൾക്ക് ഒരു പ്ലീസിങ് സ്മൈൽ ഉണ്ട്, അതുകൊണ്ട് നിന്നെ ചീത്ത വിളിക്കാൻ പറ്റില്ല. പക്ഷെ കമന്റിലാണല്ലോ ചീത്ത വിളിക്കണം, അത് കുഴപ്പമില്ല. അങ്ങനെയല്ല, എനിക്ക് നേരത്തെ തന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ പറയും. ഞാൻ ആരെ കണ്ടാലും ചിരിച്ചു കാണിക്കും. ഓക്കെ, അപ്പൊ അവര് പറയുന്നത് ഭയങ്കര പ്ലീസിങ് സ്മൈലാണ്, അതുകൊണ്ട് ഇങ്ങനെ ചീത്ത വിളിക്കാൻ തോന്നത്തില്ല, എന്തിനും ഒപ്പിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചു കാണിക്കും. അങ്ങനെ ഞാൻ വേറൊരു സംഭവം ചോദിക്കട്ടെ? അതായത് നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഡിഫറെന്റ് ട്രാൻസിഷൻ ആയിരുന്നല്ലോ. അതായത് ഒരു റിവ്യൂ ഇടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങല് 2014. അത് ഏത് ബേസിലാണ് തുടങ്ങിയ അജുബായി? എനിക്ക് നേരത്തെ തന്നെ ഇങ്ങനത്തെ ഈ സംസാരം സ്വഭാവമാ, മനസ്സിലായോ? ഞാനിങ്ങനെ എവിടെ ചെന്നിരുന്നാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പറയും, അല്ലെങ്കിൽ തർക്കിക്കും. അത് കൂട്ടുകാരുടെ ആണെങ്കിലും പല സർക്കിളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വെള്ളോടി കമ്പനി, അല്ലാതെ ഗ്രൗണ്ടിലെ കമ്പനി, പിന്നെ അതുപോലെ തന്നെ കലിങ്കയിലെ കമ്പനി ഒക്കെ ഉണ്ടല്ലോ. എല്ലായിടത്തും പോവല്ലോ. അതുപോലെ ഇങ്ങനത്തെ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോ നല്ല രസമായിട്ട് ഇങ്ങനെ കോമഡി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറയാം. അപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് ആദ്യം തൊട്ട് എന്നോട് പറയുന്നുണ്ട്, നീ ഇതിനകത്ത് കയറിയിരുന്ന് പറ, ഞങ്ങൾക്ക് ഓർക്ക് ശല്യം കുറയുമല്ലോ എന്ന്. മനസ്സിലായോ? അപ്പൊ ഒരു ദിവസം ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇട്ട ഫസ്റ്റ് വീഡിയോ തന്നെ നല്ലപോലെ ആൾക്കാർ ഭയങ്കര സംഭവമാക്കി. അതൊരു പാസ്റ്ററെ ട്രോൾ ചെയ്താ. ഓക്കെ, അപ്പൊ അന്നൊക്കെ ആദ്യം ഒന്നും ഇങ്ങനെ ഈ ദൈവവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരും ഓൺലൈനിൽ ചെയ്യുന്നില്ല. അപ്പൊ അതങ്ങ് ഭയങ്കര സംഭവമായി, എല്ലാവരും അങ്ങ് സംസാരിച്ചു. ഞാൻ പിന്നെ തുരുതിരാന്ന് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോ ആദ്യം ഇട്ട പേര് ഇതല്ല. ആ പേര് ഞാൻ പറയുന്നില്ല, അതിനൊരു പ്രശ്നം ഉണ്ടായിട്ട് അത് ഞങ്ങൾ വേറെ പണി കാണിച്ചിട്ട് കുഴപ്പമുണ്ടായി, അതുകൊണ്ട് അത് നിർത്തി. പിന്നെ തുടങ്ങിയാണ് ഞാൻ തന്നെ ആക്കി. പിന്നെ ചെകുത്താൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെകുത്താൻ പേര് വരുന്നേ. നല്ല പേരല്ലേ? ദൈവം ഇടാനാ പ്ലാൻ ചെയ്തത്. സമയം തുടങ്ങി ചെകുത്താനാ നല്ലത്.
ദൈവം ഇട്ടാ നിന്ന് ദൈവത്തിനെ ഒരു തെറി വിളിച്ചേനെ, അത്രേ ഉള്ളൂ. എന്നാലും ചെകുത്തന്നെ വന്നിട്ട് വീഡിയോ അവനെ പൂച്ചലെന്ന് പറയുമ്പോ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പേരിട്ട നാളെ പോലെ അവര് പറയും ദൈവം അവനൊരു മറ്റേ ദൈവം അവനാ ഇതാ ഇവന് വേറെ പണിയൊന്നുമില്ലേ, ദൈവത്തിന് മോഹൻലാലിനെ തെറി വിളിക്കുന്ന ദൈവം എന്ന് പറയും. ഞാനൊരു കാര്യം പറയട്ടെ, അതെ ഞാനൊരു ലാലേട്ടൻ ഫാനാ. നിങ്ങളിങ്ങനെ ലാലേട്ടനെ ക്രൂശിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഇതുപോലെ ഇരുന്ന്? അത് പുള്ളി പറയുന്ന വീഡിയോ ഇങ്ങനത്തെ കമന്റ്സ് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ഇതിന്റെ പുറകെ കണക്കാറുന്നില്ല. അതും ഒരു വർഷം ചിലപ്പോ ഇങ്ങനെ 10 പറയും, ഞാൻ 5 എടുക്കത്തുള്ളൂ. അപ്പൊ ബാക്കി അപ്പൊ ഒരു കൊല്ലം അപ്പൊ ഒരു കൊല്ലം അങ്ങനെ എല്ലാം ഒന്നും എടുക്കാം. എല്ലാത്തിനും പുള്ളിയുടെ പുറകെ പിടിക്കുന്നത് ശരിയല്ലല്ലോ. എന്തെല്ലാം കേസിട്ടുണ്ട് പിടിക്കാനാണെങ്കിലും. ഇപ്പൊ വേണേലും പഴയ വീഡിയോ എടുക്കും. ഇപ്പൊ തന്നെ വേണ്ട ഓപ്പറേഷൻ തൂഫാന് പോയിരുന്നു വേണ്ട വെട്ടിത്തിരൊക്കെ കാണിക്കുന്നത്. അത് വിളിച്ചു പറയാൻ നല്ലപോലെ പറയാൻ പറ്റും. ഇതിനൊക്കെ ഒത്തിരി ട്രോൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ചിലത് മാത്രമേ ഉള്ളൂ. ചിലത് മാത്രല്ല. ഓക്കെ. ഈ അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് പാട്രിയോട്ടോ അങ്ങനെയൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കാണാനും പോകത്തില്ല. അതിനെ പറ്റി അങ്ങനെ അങ്ങ് പുറകെ നടക്കത്തൊന്നും ഇല്ലെന്നേ. ഇടയ്ക്ക് പറയൂല, നല്ല കനത്തി പറയുമ്പോഴേ പിടിക്കത്തുള്ളൂ. എനിക്കൊരു സംശയം എന്താണെന്ന് അറിയോ? ഓ സോറി, എന്റെ സംശയം നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരോ ഒന്ന് അറിയാനോ ക്യൂരിയസ് ആണ് ഞാൻ. എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഏറ്റവും ഇഷ്ടമുള്ള നടനില്ല? ഓ അങ്ങനെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലില്ല. സിനിമ പോലും കാണാറില്ല. സിനിമ കാണാണ്ടില്ല, താല്പര്യമൊന്നുമില്ല. സിനിമയോടൊക്കെ അങ്ങ് ഭയങ്കര താല്പര്യം. സിനിമ കാണുന്നത് എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല. ഇപ്പൊ അങ്ങനെ പറയാൻ തന്നെ നാണക്കേട് സിനിമയൊക്കെ കാണുമെന്ന്. സിനിമ അങ്ങനെ പറയരുത്. സത്യമായിട്ട് നാട്ടല്ലേ. പണ്ടൊക്കെ ഓരോ പടം കണ്ടു, അത് പറഞ്ഞു ഇതിനെപ്പറ്റിയൊക്കെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ നമ്മളൊക്കെ പറയത്തില്ല, അത് അങ്ങനെയാണെന്നോ അത് മറ്റേത് മറുത്തെന്നൊക്കെ. ഇത് ഇപ്പൊ അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു പടം കണ്ടിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ പറയാനറിയാം. ഓക്കെ, നമുക്ക് എല്ലാ സൈഡും മനസ്സിലാവും. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ സൈഡും മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഒരു സിനിമ കാണാത്ത ആൾക്ക് എങ്ങനെ സിനിമയുടെ റിവ്യൂ പറയാൻ പറ്റുക? ഞാൻ റിവ്യൂ പറയുന്നതല്ല, ഞാൻ ടൈറ്റിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ പടം എന്തുകൊണ്ട് കണ്ടില്ലെന്നാ പറയുന്നത്. അല്ലാതെ ഇതൊന്നും കാണാതിരിക്കാൻ എന്ത് ചെയ്യണം? അതായത് ഇങ്ങനെ എല്ലാരും പോയിരുന്ന് കാണും, എന്നിട്ട് ഇരുന്ന് ചീത്ത പറയും. ഞാൻ എന്തിനാ ഇത് കണ്ടിട്ട് പറയുന്നത്? ഇത് കാണരുത്. അപ്പൊ കാണാതെ പറയണത് കണ്ടിട്ട് പറയണത്? കാണാതെ പറയണതാണോ നല്ലത്, അത് കണ്ടിട്ട് പറയണതാണോ നല്ലത്? കാണരുത്. കാണാതെ കേട്ടത് വെച്ചിട്ട് പറയുക. അത് കാണാൻ പോയാൽ നമുക്ക് അത്ര സമയം പോകത്തില്ലേ? ഇവരുടെ സിനിമ കാണണ്ടേ? ഇപ്പൊ അജുവിനൊരു ചാൻസ് വന്നു, ഞാൻ ഒരു സിനിമയിൽ, ഞാനല്ല കേട്ടോ, ഞാൻ ആദ്യം അഭിനയിക്കും പോട്ടെ, വേറെ ഒരാള് ചാൻസ് വന്നു. ഇപ്പൊ ഒരു വലിയ ഡയറക്ടർ വിളിക്കുക, അജു ഇപ്പൊ ഫോർ എക്സാമ്പിള് രാജമൗലി ഇപ്പൊ വിളിക്കുക അജുവിനെ, അജു വാ നമുക്കൊരു സിനിമയിൽ അഭിനയിക്കാം, ബാഹുബലി പോലത്തെ ഒരു പടത്തില്. അപ്പോഴും ഇതേ കൺസെപ്റ്റ് ആവും. ആര് പറഞ്ഞ പോവാണ്ടിരിക്കുക? എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ റോളൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ പോവാറില്ല. ചെറിയ റോളൊന്നും ചെയ്യില്ല, വലിയ റോൾ വേണം. അങ്ങനെയല്ല, എനിക്ക് ചിലരോട് താല്പര്യം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. ഇപ്പൊ ഞാൻ വിളിക്കാ ഞാനും പുതിയ ആളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കുഴപ്പമില്ല, എനിക്ക് ഈ പഴയ ആൾക്കാരെ ഇഷ്ടമല്ലാത്ത. സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി, അതായത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഈ ഒരു കാഴ്ചപ്പാട് മാറുമോ? കോംപ്രമൈസ് ചെയ്യോ? ഇല്ല. സിനിമയിൽ അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു, ഞാൻ എന്റെ പഴയ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നടക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ വേറെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത പ്രോഗ്രാം ഒന്നും അല്ല. ഇത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് വീഡിയോ ഇടുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിത് ഇപ്പൊ സ്വഭാവം ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ സ്വഭാവം കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വീഡിയോയില് ചില സമയത്ത് ഞാൻ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കണ കാണാറുണ്ട്, നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞ കാണാറുണ്ട്. പക്ഷെ എനിക്കറിയുന്ന അജു അല്ലെങ്കിൽ ഞാൻ അത് ചില സമയത്ത് അങ്ങനെ എടുത്തു പോകുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കാം, ഈ ഒരു കാഴ്ച ഇതിലിറങ്ങി ഇതിലൊരുപാട് നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാറ്? ആദ്യമായിട്ട് കണ്ടപ്പോ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുള്ളൂ. ഇല്ല, തോന്നിയിട്ടില്ല. പ്രശ്നമുള്ള സംഭവമല്ല. ഒത്തിരി പേരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരോട് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന ഈ നാട് എങ്ങനെയാണെന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നില്ല. അത്രയും ആൾക്കാരാ കൂടുതലും. അത്ര ആൾക്കാരെ കൂടുതൽ അത് ഒരു അടച്ചാക്ഷേപിക്കാണ് അജുബായി. അങ്ങനെയാ, അത് നമുക്കറിയാം. ഞാൻ ഈ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് തന്നെ എനിക്ക് ഇതിന്റെ അവസാനം ഇതിന് അപ്പുറത്തോട്ട് എവിടെ വരെ പോകുന്നവരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. എനിക്കിത് അറിയാത്ത ആളൊന്നുമില്ല. ഞാൻ എന്താ വിചാരിക്കണെന്നറിയോ, ഈ വീഡിയോ കഴിയുമ്പോ എയറിൽ നമ്മള് രണ്ടുപേരും വേറെ ആൾക്കാർ എയറിൽ കാണാൻ പറ്റും. എയറിലുള്ളവരൊക്കെ സംസാരിച്ചിട്ട് വരാം, അവിടെ ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി വരും.
ഞാനങ്ങനെ ഇങ്ങോട്ടൊന്നും പോവാറില്ല. അവര് ഏറി പോകുന്ന പോലെ ധരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാനങ്ങനെ അങ്ങോട്ടൊന്നും നോക്കാറേ ഇല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ചുറ്റുപാടി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഓൺലൈനിലെ പ്രശ്നം ഒരു പ്രശ്നമല്ല. ഓൺലൈനിൽ ഒരു പ്രശ്നം നമുക്ക് നമ്മളെ കാണുന്നില്ലല്ലോ. ഫേക്ക് ഐ ഡി വെച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഈ ഓൺലൈൻ പ്രശ്നം ഒന്നും ബാധിക്കത്തില്ല. അങ്ങനെ ഒരു ജീവിതം അല്ല ഇത്. ഞാൻ ഓൺലൈനിലല്ല ശരിക്കും ജീവിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാനൊരു സംശയം ചോദിക്കണത്, അതായത് നിങ്ങള് ഇപ്പോ നിങ്ങൾ കാഴ്ചപ്പാട്, അതായത് നിങ്ങളെ പുറത്തുനിന്ന് അറിയുന്ന ആളല്ല നിങ്ങൾ ശരിക്കും. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. അതായത് ഞാൻ അന്വേഷിച്ചു, ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് അറിയണത്, അതായത് ഞാൻ പല സോഴ്സും വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് അജുവിനെ കാണുന്ന അജു എന്ന വ്യക്തി എൻ്റയർലി ഡിഫറെന്റ് ആണ്. എനിക്ക് അതല്ലാന്ന് മനസ്സിലായി. കാരണം അജു ഈ ഒരു റിവ്യൂ മാത്രമല്ല, ചാരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ പ്രോബ്ലംസിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ആ ഒരു ലൈഫ് അങ്ങനെ ഒരു ട്രാൻസിഷൻ ആയിട്ട് മുന്നോട്ട് പോയിക്കൂടെ? നല്ലത് മാത്രമായിട്ട്, നന്മമാരായിട്ട്. അങ്ങനൊന്നും ഇല്ലല്ലോ. നമുക്ക് തോന്നുന്ന പോലൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ ആരെയും കാണിക്കാൻ നടക്കുന്നതല്ല ഇത്. അല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അപ്പൊ നമ്മൾ ആലോചിക്കാറേ ഇല്ല പണ്ട് തൊട്ട്. അത് അതിന്റെ ഒരു സന്തോഷമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പോ നല്ലത് ചെയ്താലോ ചീത്ത ചെയ്താലോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ തോന്നണ പോലെ താല്പര്യം നമ്മൾ തോന്നണ പോലെ ഒരു കാര്യം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുമ്പോ അത് അജുവിന് ഒന്നും തോന്നുന്നില്ലേ? അയ്യോ, ഞാൻ പറഞ്ഞിട്ട് ആളെങ്ങനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരാൾക്ക് ഹേർട്ട് ചെയ്തു പറഞ്ഞിട്ട് ആളോട് സോറി പറഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, കുറവാന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊരു അർത്ഥല്ലേ? വളരെ കുറച്ചേ ഉള്ളൂ. അതൊക്കെ അതങ്ങനെ സോൾവ് ആയിപ്പോഴും. നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എന്നെ കൊണ്ട് കൂടുതലും ഗുണമേ ഉള്ളൂ. അത് അറിയാൻ മേലാത്തോണ്ടാണ്. ഞാൻ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കൽ കുറവാ. നേരിട്ട് ഈ വർത്താനത്തിൽ പ്രശ്നമുണ്ട്. പ്രശ്നം സംസാരം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത് അപ്പുറത്തിന് ആള് പറയുന്ന അതിലും മോശം. അതുകൊണ്ട് പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അത്ര എത്തത്തില്ല. ഓക്കെ, അങ്ങനെ ത്രാസ് നോക്കുമ്പോ നിങ്ങളുടെ ത്രാസ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യം അത്ര നല്ല മനുഷ്യരെ കുറിച്ചൊന്നും ഞാൻ പറയാറില്ല. ഇവരെല്ലാം കാണിച്ചതും ചെയ്തതും മഹാദണ്ഡിതരായതുകൊണ്ട് അതിനെപ്പറ്റി എത്രത്തോളം പറഞ്ഞാലും മതിയായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയല്ല പറയണ്ടേ, കുറച്ചുകൂടെ കൂടുതൽ പറയേണ്ട കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഇച്ചിരി അത്രയ്ക്ക് അങ്ങോട്ട് തരം താഴാൻ പറ്റാത്തോണ്ടാണ് ഞാനത് അത്രയും പറയാത്തത്. മനസ്സിലായത്? അതെ അതെ. എന്തൊരു ചിരിയുന്നു. ഇതിവിടെ സ്റ്റെയർ കേസ് അല്ല. അപ്പൊ കുറച്ച് പേര് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി പോകും. ചിലരൊക്കെ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് എടുക്കാതെ ഇതുവഴി നടന്നിറങ്ങി പോകുന്നവരാണ്. അപ്പൊ അവര് കണ്ടിട്ട് ഇതായിരിക്കുന്നു ചെകുത്താന്ന്. അതൊരു ഇവിടെ ഇറങ്ങിയ കുറെ പേരും ഒത്തിരി പേര് മിണ്ടൂടും ഇങ്ങനെ എപ്പോഴും ഇതാ. പക്ഷെ ആരും മോശമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. അത് വെറുതെ പറയുന്ന. കാരണം ആർക്കും ഒരു നിർബന്ധം ഇല്ലത്. കാരണം മോഹൻലാലിനെ പറഞ്ഞു എത്ര വലിയ ഫാനാണല്ലോ, എന്നെ നേരിട്ട് കാണുമ്പോൾ അവനൊന്നും തോന്നത്തില്ല. കാരണം അത് മോഹൻലാലും ഞാനും അവനും തമ്മിൽ പ്രശ്നമില്ലല്ലോ. മോഹൻലാൽ നേരിട്ട് കാണുമ്പോൾ എല്ലാം ചെയ്താലും ഓക്കെ. അല്ലാതെ വേറെ ഒരുത്തിന് എന്തിനാ ഇതൊക്കെ ചെയ്യാൻ വരുന്നത്? അപ്പൊ അവന് തോന്നും ഇവനായിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്. അവനങ്ങ് പോകും, മിണ്ടത്തില്ലെന്നേ ഉള്ളൂ. ചിലപ്പോ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പൊ മറ്റേന്നൊക്കെ പറയും. മറ്റേ ഈ ചിരിച്ചിരിക്കില്ലേ? ഈ ചിരിച്ചിരിക്കില്ല. അപ്പൊ അങ്ങനെ തുറപ്പിച്ചു നോക്കുമ്പോ ഈ ചിരിച്ചിരിക്കില്ല. നിങ്ങൾ ഭയങ്കര പ്ലീസിങ് ചിരിയാന്നല്ലേ പറയണേ? തുറപ്പിച്ചു നോക്കി ഞാൻ എന്തെങ്കിലും കാണുമ്പോ ചിരിച്ചു കാണിക്കുക. എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഞാനൊരു ചിരിക്കുന്ന ശരിക്കും ചിരിക്കുന്ന ദേശത്തോട് ചിരിക്കുന്ന നമുക്കറിയേണ്ട കാര്യമല്ലല്ലോ, അത് അവരുടെ കാര്യമല്ലേ. അജു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടോ? രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇലക്ഷന് മത്സരിച്ചത് തന്നെ വേറൊരു പരിപാടി ഉണ്ടാ. ഓക്കെ, എത്ര വോട്ട് കിട്ടി അജുന്? എനിക്ക് 220. 220 പേരൊപ്പം 220 പേരുന്ന നിസ്സാരാണോ? 220 പേര് അത്യാവശ്യം ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. കുറച്ചുപേരെ പോയിട്ടുള്ളൂ അതിനെ. ഇവിടെ ആകെ ഒരു 10-20 പേരെ കൊണ്ട് പോയി. മൊത്തം ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാരും ഇങ്ങനെയൊക്കെ കാണിച്ചാ പോകുന്നത്. ഇത്രയും പേര് അവര് നോക്കിയപ്പോ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നോണ്ടാ കേട്ടോ. പക്ഷെ പുറത്താണേലേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് മിണ്ടാനുള്ള മടി കൊണ്ടായിരിക്കും അവര് പുറത്ത്. ഇപ്പൊ ലുലു കണ്ട ഇത്രയും പേര് മിണ്ടത്തില്ല. ഇവിടെ വന്നെങ്കിൽ ഇരുന്നാലോ സ്ഥിരമായിട്ട് ഈ സാധനമൊക്കെ പിടിച്ചിട്ട്. ഞാൻ നിങ്ങളുടെ ചെകുത്താൻ, ഞാൻ ഇപ്പോ ലുലുവിന്റെ സ്റ്റെയർ കേസിലാണ് ഇരിക്കുന്നത്. ഇത് ബെസ്റ്റ് സ്ഥല. അണ്ണനോടൊക്കെ പറഞ്ഞു. കൂടെ വേറെ ഇരിപ്പുണ്ട് ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന, വേറെ രണ്ടുപേരും അപ്പുറത്തുണ്ട്. അവരറിഞ്ഞില്ലല്ലേ, അവരിവിടെ വന്നിരുന്നു. അപ്പൊ ആറാട്ടനോടൊക്കെ പറഞ്ഞു ഇത് ബെസ്റ്റ് സ്പോട്ടാന്ന് പറ. തിയേറ്ററിനായിട്ടും നല്ലത് ഇവിടെയാന്ന് പറയാം. ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലേ. രാഷ്ട്രീയ ഇപ്പൊ കറന്റ് സിനാരിയോയില് കറന്റ് സിനാരിയോയിൽ ഇപ്പൊ മാറ്റണം എന്ന് തോന്നണത്. ഇപ്പൊ അജു ഇലക്ഷൻ നിന്നു, ജയിച്ചു, മന്ത്രിയായി. മാറ്റണ ഒരു കാര്യം എന്തായിരിക്കും?
ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രാൻസ്പെറന്റ് ആക്കും ഈ പറഞ്ഞ സെറ്റപ്പ് മൊത്തം. അതായത് പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് മാനേജ്മെന്റ്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ട്രാൻസ്പെറന്റ് ആവും. ഈ മറ്റേ സീക്രസി വേണ്ട സാധനം അങ്ങനെ തന്നെ വെക്കും. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതിനൊന്നും ട്രാൻസ്പെറന്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സേഫ്റ്റി വെൽ റിലേറ്റഡ് പ്രശ്നമുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാം ട്രാൻസ്പെറന്റ് ആക്കും. അതുകൂടാതെ ഗവൺമെന്റ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അത് ഒന്ന്. പിന്നെ ട്രാൻസ്പെറന്റ് ഗവർണൻസ്, പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കറപ്ഷൻ സീറോ ആവും, എല്ലാ ക്വാളിറ്റിയും കൂടും. അത് ഇപ്പൊ പറ്റും. ഇതിപ്പോ വേൾഡ് വൈഡ് ഏത് രാജ്യത്തിനും ചെയ്യാം. കാരണം 5Gയും AI ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും ചെയ്യുന്നില്ല. അതെന്താ ചെയ്യാത്ത? അത് ആരും ചെയ്യത്തില്ല. കാരണം അവർക്ക് നഷ്ടമല്ലേ. പിന്നെ ഇതിൽ നിന്ന് വരുന്ന എല്ലാം അടിച്ചു മാറ്റാൻ വരുന്നവരല്ലേ. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ പട്ടി തൊട്ട് തിന്നത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ലെന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് വെക്കുന്നതിനകത്തൊരു സന്തോഷം ഉള്ളതുകൊണ്ട് ചെയ്യുന്ന നല്ലൊരു പരിപാടിയല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മരിച്ചാൽ മതി. എന്തെങ്കിലും ജോലി ഉണ്ടോ അജു? ഞാൻ ഒത്തിരി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ, ഇത് ടിവിയിലൊക്കെ പറഞ്ഞ, ചാനലിലൊക്കെ പറഞ്ഞ, പക്ഷെ ആൾക്കാർ അത് എടുക്കുന്നില്ല. അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത് വലിയ എന്തോ ടാസ്ക് പോലെ വിചാരിച്ചേക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളാ. കുറച്ച് പൈസ ആവുന്ന പ്രൊജക്റ്റാ, പക്ഷെ എങ്കിൽ പോലും കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് അത് മനസ്സിലാക്കാൻ ബോധമുള്ളവരായിട്ടുള്ള ഒരു വോട്ടിംഗ് ഇതില്ല. മെജോറിറ്റി അങ്ങനെയുള്ളവരല്ല. എല്ലാ ഏജ് ഗ്രൂപ്പ് അങ്ങനെയാ. ഒരു 35 മുകളിലോട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് കത്തത്തില്ല, മനസ്സിലാകത്തില്ല. അതിലും ചെറിയ പിള്ളേർക്കൊക്കെ ആയിരിക്കും താല്പര്യം. ഇപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതൊക്കെ കാണണം, അറിയണം, എല്ലാം ഫിംഗർ ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന് ഞാൻ പലരോടും പലതും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് KSRTC ബസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അതറിയണ്ടേ? ടൈം ടു ടൈം അപ്ഡേറ്റ്സ് ആ വേണ്ട. അല്ലാതെ വിവരാവകാശം എന്ന് പറയുന്നത് നമ്മൾ ചെന്നാലേ കിട്ടത്തുള്ളൂ എന്നല്ല. നമ്മുടെ ഫോണിൽ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ കാണണം ഇതെന്തോ നടക്കുന്നതെന്ന്. എന്ത് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമുക്ക് കണക്കറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന് ഇത്ര രൂപ ജനറേറ്റ് റവന്യൂ ഉണ്ടായി, ഇത്ര രൂപ എക്സ്പെൻസ് ആയി, ഇത് ഇങ്ങനെ നഷ്ടത്തിലാണ്, ലാഭത്തിലാക്കാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടോ, എന്ത് ചെയ്യണം. നാട്ടുകാർ മൊത്തം ഇടപെടട്ടെ, എല്ലാവരും കൂടെ കാര്യമായിട്ട് ഇടപെടട്ടെ. എന്തിനു ഈ ഒരു കൂട്ടരെ മാത്രം ഏർപ്പാടാക്കുന്നത്? അങ്ങനെ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ പോലും വേണ്ട. അത് ശരിയാണ്. ഇലക്ഷനിലുണ്ട് ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ജോലി കിട്ടിയാൽ മതി അവിടെ. അത് കഴിഞ്ഞാൽ തീർന്നു. ഇതിനകത്ത് വല്ല തെറ്റുവോ പക്ക് വരുവോ അതൊക്കെ ക്ലിയർ ചെയ്യാൻ കുറച്ച് ആൾക്കാർ, പിന്നെ ഒന്ന് നോക്കി നിൽക്കാൻ ഒരു സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് ഞാൻ അവിടെ കാണും എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറ്റണം, മോണിറ്റർ ചെയ്യണം, കാര്യങ്ങൾ കണ്ടുപിടിക്കണം, കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ തന്നെ ഫയർ ചെയ്യാം. ആ ഒരു രീതിയിൽ ഒരു കമ്പനി എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ കൊണ്ടുപോകണം എന്നാണ് പറയണത് അജു. ഇല്ല, കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഗവൺമെന്റ് ആയതാണ്. നമ്മളങ്ങനെ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഒക്കെ കൂട്ടി ഭയങ്കര മറ്റേ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ കൂട്ടി വെച്ചാൽ മതി. ബാക്കി ജോലി വെക്കേണ്ടവരെല്ലാം ജോലി എടുത്തോളൂ. അവര് തൊഴിലാളികൾ എപ്പോഴും തൊഴിൽ ചെയ്തോണ്ടേ ഇരിക്കുക. അതുകൊണ്ട് അതൊന്നും ഓർത്ത് പേടിക്കണ്ട. മുതലാളിമാർക്കാണ് ഫുഡും വാട്ടറും ഒക്കെ കൂടുതൽ വേണ്ടത്, സൗകര്യങ്ങളൊക്കെ. അവരെ തീറ്റിപ്പോറ്റാനാ പാട്. അതുകൊണ്ടല്ല 5000 കോടിയുടെ കല്യാണം കാണുന്നത്. സാധാരണക്കാരന് അത്ര ആവശ്യമില്ല. അവരെവിടെയൊക്കെ പോയി കല്യാണം കഴിച്ച് ചെറിയ വീട്ടൊക്കെ ജീവിച്ചോളൂ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അജുവിന്റെ മുഖം ഇങ്ങനെ ബ്ലേഡ് ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആണോ? അവിടെ ഇടയ്ക്ക് ഇവിടുന്ന് എന്റെ നെറ്റ്വർക്കിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. വിളിച്ചോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും വിളിച്ചാൽ മതി. അതായത് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നടക്കും. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് എടുത്തു, എപ്പോഴും എടുത്തു. എനിക്ക് പ്രശ്നമുള്ള കേസല്ല, ഞാൻ അതൊക്കെ പറഞ്ഞോളാം. അപ്പൊ നമ്മൾ എന്തെങ്കിലും അല്ലാതെ എന്നെ അറിയാനൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും. ചെകുത്താൻ 2.0 വേർഷൻ ഞാൻ ഇറക്കേണ്ടി വരുമോ? ഞാനാണ് ചെകുത്താൻ 2.0 വേർഷൻ. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ വിളിക്കാന്ന് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ പോരാ വീഡിയോ കോളില്. സോ ഞാനൊരു കാര്യം പറയട്ടെ. അജു പറഞ്ഞത് ഒരു കറക്ഷൻ വേണം. എന്തെങ്കിലും അഭിപ്രായം ഇപ്പൊ ഒരു കുഴപ്പമുണ്ടായി, സകല മനുഷ്യരും ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പൊ എനിക്ക് തിരിച്ചു പറയാൻ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. അജു പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഞാൻ പറയാം. $5000 $5000 കോടിയുടെ കല്യാണം നടത്തി. ഓക്കെ, അത് അവരുടെ മൊത്തം സമ്പാദ്യത്തിന്റെ ചെറിയൊരു ശതമാനമാണ്. നമ്മുടെ സാധാരണക്കാരുടെ സമ്പാദ്യത്തിന്റെ മേജർ പോർഷൻ കല്യാണത്തിന് ഇറക്കും. അതെ, അപ്പോ അവര് അത്ര സ്പെൻഡ് ചെയ്യണില്ല എന്നല്ല മനസ്സിലാക്കണ്ട. സ്പെൻഡ് ചെയ്യണ മണിയല്ല അവിടെ വരുന്നത്, അവരുടെ കയ്യിലുള്ള മണിയുടെ എത്ര അവർ സ്പെൻഡ് ചെയ്യണമെന്നല്ലേ. അതായത് ഇവരൊക്കെ എല്ലാം അങ്ങനെയാ, മനസ്സിലായോ? നമ്മള് പറയുന്ന പോലല്ലോ. ഒരു അങ്ങനത്തെ ഒരാളെ തീറ്റിപ്പോറ്റാനാ പാട്. അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ. അവർ കുളിക്കുന്ന ഒരു കുളിമുറിക്ക് പോലും കോടികളുടെ വില ഉണ്ടാവും, മനസ്സിലായോ? മനുഷ്യനല്ലാത്തൊരു മനുഷ്യനല്ലത്. അതുകൊണ്ടാവും കല്യാണം പ്രത്യേകം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇവരുടെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്ന പോലും ഭയങ്കര ഹൈ ആയിട്ട് വെച്ചേക്കാം. അത് ഗവൺമെന്റ് ആയിക്കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിയില് ആ ഒരു കാഴ്ചപ്പാട്, അങ്ങനത്തെ കാഴ്ചപ്പാട് വരട്ടെ, അങ്ങനത്തെ സംഭവങ്ങൾ വരട്ടെ.
കാര്യങ്ങൾ വരട്ടെ. അത്രയും പൈസ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ, ഇത് സർക്കുലേറ്റ് ചെയ്താൽ പോരെ. ഇവര് ഒരിടത്തിരിക്കുന്നില്ലല്ലോ, ഒരിടത്തോട്ട് വെക്കുമല്ലോ. അപ്പൊ പക്ഷെ ഇത് എങ്ങനെ പ്രാബല്യത്തിൽ വരും? അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ അവര് ട്രാൻസ്പെറൻസി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആയിക്കോളും. ഇതൊക്കെ ഒരുത്തരും അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല, ഒരുത്തരും മുക്കാൻ പറ്റത്തില്ല, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഒരു കമ്പനിക്ക് അതിനപ്പുറം കയറി പോകാൻ പറ്റത്തില്ല. കാരണം അത്രയും ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇരിക്കുമ്പോ വേറെ ആര് വന്ന് ഓവർടേക്ക് ചെയ്യാനെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതെന്താ വരാത്തത്? ഞാൻ വിദേശത്തുള്ളതുകൊണ്ട് പറയാം. ഞാൻ കാനഡയിലാണോ? ഞാൻ പറയണെങ്കിൽ അത് വരാത്തതെന്ന് വെച്ചാൽ 10% ആൾക്കാരാണ് 90% ആൾക്കാരെ ഭരിക്കണം. ഓക്കെ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ 10%, 50%, ഒരു 30% ആൾക്കാർ എന്ത് വേണമെങ്കിലും ചെയ്യും ഈ 10% വേണ്ടിയിട്ട്. ആ ഒരു 30% ഇല്ലെങ്കിൽ ബെസ്റ്റാ. മനസ്സിലായോ? എന്തും ചെയ്യാൻ പ്രൊട്ടക്ഷൻ കൊടുക്കും. ആ ഒരു കൺസെപ്റ്റ് മാറിയാൽ തന്നെ വേറെ പോപ്പുലേഷൻ ഇത്രയും കൂടുതലുമാണ്, ദാരിദ്ര്യമുണ്ട്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് ഞാൻ ആലോചിച്ചിട്ട് 2036 ക്ലിയർ ആവും. കാരണം അന്നത്തേക്ക് ഈ പുതിയ പിള്ളേർ വരും. ഇപ്പൊ ഒരു 8 വയസ്സുള്ളവരൊക്കെ 18 വോട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ആ സമയമാകുമ്പോ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ അന്നത്തേക്ക് കുറച്ച് പരിപാടികൾ ചെയ്തു വെച്ചാൽ വേണേ മുഖ്യമന്ത്രിയൊക്കെ ആവാം. അപ്പൊ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവും 2036. തംബ്നെയില് കിട്ടി. അല്ല, അത് ഓൾറെഡി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, പലർത്തും കിടപ്പുണ്ട്. അപ്പൊ ചെകുത്താന്നുള്ള പേര് മാറ്റോ? മുഖ്യമന്ത്രി ആണെങ്കിൽ ചെകുത്താന്നുള്ള പേര് മാറ്റണം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഞാൻ ഇലക്ഷൻ മത്സരിച്ച പാജോ ഇലക്ഷൻ നാളായി. നമ്മളെ മാറ്റാൻ പറ്റത്തില്ലല്ലോ പേര്. ഇത് ചെകുത്താന്ന് പറഞ്ഞ പേജും പ്രൊഫൈലും ഒക്കെ അങ്ങനെ തന്നെ കിടക്കും. അത് വേറെ. അയ്യോ ചെകുത്താ മുഖ്യമന്ത്രി, ഞാൻ ഭയങ്കര ഹാപ്പിയാവും. മുഖ്യമന്ത്രി ചെകുത്താൻ, മുഖ്യമന്ത്രി അത് കൊള്ളാം. നരകം പോലെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. സ്വർഗം അപ്പോഴും സ്വർഗമല്ല. അപ്പൊ നിങ്ങളല്ല എയ്ത്തിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് സ്വർഗവും നരകവും എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളൊരു എയ്ത്തിസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടും. കഥാപാത്രം ഇപ്പൊ നമ്മളിപ്പോ പൊങ്കിലക്കാടെന്ന് പറയത്തില്ല, ഡിങ്കന്റെ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതേ ഉള്ളൂ. അല്ല അത് ഉള്ളത് കൊണ്ടൊന്നും പറയുന്നല്ലോ. അങ്ങനെ എനിവേ ഇനിയും ഞാൻ നല്ല നല്ല ടോപ്പിക്സ് ആവുമ്പോ വിളിക്കും. ഒരു ദിവസം മുമ്പ് വിളിച്ചു പറയാം. ഞാൻ വിളിച്ചു പറയാം അങ്ങോട്ട്. തനിക്ക് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാവും അറിയിക്കാം. അപ്പൊ അങ്ങ് വന്നാ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ, അപ്പൊ ശരിയാക്കാം നമുക്ക് ഇതെല്ലാം. അജുഭായ്, ടൈമിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ കാണാം.